നഗരസഭാ ചെയർമാൻ മൂക്കാതെ പഴുത്ത നേതാവെന്ന് നഗരസഭാ കൌൺസിലർ പാലോളി മെഹബൂബ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് എതിരാണെന്ന നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന രാഷ്ട്രീയ പക്വത ഇല്ലാത്തതെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് മത്സരിക്കുന്നു. അദ്ദേഹം നഗരസഭാ ചെയർമാനാകുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹം മൂക്കാതെ പഴുത്തതാണ്. മൂക്കാതെ പഴുത്ത അതിൻ്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട്. എവിടെ എന്ത് പറയണം, ഇപ്പം ഞങ്ങൾ അത് നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏകദേശം 4000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. കാരണം ഇങ്ങനെ CPM നേതൃത്വം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലമ്പൂരിൻ്റെ ഈ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇന്ന് വരെ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം HMC ചേർന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഈ തീരുമാനം HMC മുൻപെടുത്ത തീരുമാനം എന്താ? തീരുമാനം MLA അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും സംയുക്തമായിട്ടുള്ള ഒരു ജോയിന്റ് യോഗം വിളിച്ചുകൂട്ടി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കണം. 1903 സ്ഥാപിതമായ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. നഗരസഭ 2 വർഷം മുൻപ് സ്ഥലം വിട്ടുകൊടുക്കാൻ അനുമതി നൽകിയിട്ടും എന്തുകൊണ്ട് തുടർ നടപടി നടന്നില്ലെന്നും പാലോളി ചോദിച്ചു. 1 ഏക്കറിൽ താഴെ മാത്രം സ്ഥലമാണ് വീട്ടിക്കുത്ത് സ്കൂളിനുള്ളത്. 2 ഏക്കറിൽ കൂടുതൽ സ്ഥലം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിനുണ്ട്. ഈ സ്ഥലത്തിന് പകരം വീട്ടിക്കുത്ത് സ്കൂളിനോട് ചേർന്ന് 1 സെന്റ് സ്ഥലം പോലും പുതിയതായി വാങ്ങിയിട്ടില്ല. 506 കുട്ടികൾ കൂടി വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് എത്തിയാൽ അവർക്ക് കളിക്കളം പോലും ഇല്ലാത്ത അവസ്ഥയാകും. നിലമ്പൂർ ജില്ലാശുപത്രി വികസനത്തിന് എന്നും കോൺഗ്രസും UDF-ഉം പിന്തുണ നൽകിയിട്ടേയുള്ളൂ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് നിലമ്പൂർ നഗരസഭയിൽ നിന്നുമാണ്. ഇതിന്റെ ജാള്യത മറയ്ക്കാനാണ് നഗരസഭാ ചെയർമാൻ കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നഗരസഭയിലെ ചൂരക്കുളം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ച UDF സമരം ഉണ്ടാക്കുമെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഒന്നും ചെയ്തില്ലെന്ന നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന പരിഹാസ്യമാണെന്ന് DCC അംഗവും നിലമ്പൂർ ജില്ലാ ആശുപത്രി HMC അംഗവുമായ A. ഗോപിനാഥ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്നതല്ലാതെ എന്തു വികസനമാണ് കഴിഞ്ഞ 9 വർഷമായി നടപ്പാക്കിയതെന്ന് ചെയർമാൻ വ്യക്തമാക്കണം. 2015-ൽ നിലമ്പൂർ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത് ആര്യാടൻ മുഹമ്മദാണ്. അന്നുണ്ടായിരുന്ന സ്റ്റാഫ് പാറ്റേൺ മാത്രമാണ് ഇപ്പോഴുമുള്ളത്. ഒരു അറ്റൻഡറെ പോലും അധികമായി നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രം LDF സർക്കാർ 9 വർഷമായിട്ടും എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ലെന്നും A. ഗോപിനാഥ് ചോദിച്ചു. ആര്യാടൻ മുഹമ്മദ് 2016-ൽ തറക്കല്ലിട്ട നിലമ്പൂർ ബൈപ്പാസ് ഇപ്പോഴും പണി തുടങ്ങാതെ കിടക്കുകയാണ്. ആര്യാടൻ ഷൌക്കത്ത് MLA-യുടെ ഇടപെടലുകളുടെ ഭാഗമായി 1ാം ഘട്ട നിർമ്മാണം മന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷമായി ഉണ്ടായിരുന്ന MLA വിമർശനങ്ങൾക്കാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. ഒന്നും നടത്താൻ കഴിയാത്തവരാണ് കോൺഗ്രസിനെ വികസന വിരുദ്ധരാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ജില്ലാശുപത്രി വികസന കാര്യത്തിൽ കോൺഗ്രസ് നാടിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളതെന്നും A. ഗോപിനാഥ് പറഞ്ഞു. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.